മന്ത്രി കെ എ തുളസിയുടെ ഡ്രൈവറായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിയമിച്ചുവെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KPCCക്കും AICCക്കും രേഖാമൂലം പരാതി നൽകുമെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി സതീഷ് തിരുവാലത്തൂർ പറഞ്ഞു. അതേസമയം ഷാഫി പറമ്പിലിന്റെയും VK ശ്രീകണ്ഠൻ MPയുടെയും കൂടെ ദീർഘകാലം ഡ്രൈവറായി പ്രവർത്തിച്ചയാളെയാണ് നിയമിച്ചതെന്നും അദ്ദേഹത്തിന് ഡിവൈഎഫ്ഐയുമായി ബന്ധമില്ലെന്നും മന്ത്രി കെ എ തുളസി വിശദീകരിച്ചു. മന്ത്രി കെ എ തുളസിയുടെ ഡ്രൈവർ നിയമനമാണ് ഇപ്പോൾ വിവാദമാകുന്നത്. ഇതിനെതിരെ രംഗത്ത് വരുന്നത് യൂത്ത് കോൺഗ്രസ് തന്നെയാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സതീഷ് തിരുവാലത്തൂർ പറയുന്നത് നിധിൻ ഡിവൈഎഫ്ഐയുമായി ബന്ധമുള്ള ആളാണ്, സജീവമായി ഡിവൈഎഫ്ഐയിൽ ഉണ്ടായിരുന്ന ആളാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം ആക്രമിച്ച സംഭവങ്ങൾ മുണ്ടൂരിൽ വെച്ചുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളെയാണ് മന്ത്രി ഡ്രൈവറായി നിയമിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നുള്ളതാണ് സതീഷ് തിരുവാലത്തൂർ പറയുന്നത്. ഇതിനെതിരെ KPCCക്കും AICCക്കും പരാതി നൽകും. പാർട്ടിയിൽ പരാതിയായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെങ്കിൽ പ്രതിഷേധവും ഉണ്ടാകുമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ നടത്തിയ സമാനതകളില്ലാത്ത സമരത്തിൻ്റെ രക്തത്തിൽ ചവിട്ടി അതിൻ്റെ ആവേശം പിൻപറ്റി ഒരു സർക്കാർ വരികയാണ്. അങ്ങനെ ഒരു സർക്കാർ വന്നിട്ട് 15 ദിവസത്തിനകം ഒരു DYFIക്കാരന് മന്ത്രിയുടെ സ്റ്റാഫായിട്ട് ഡ്രൈവറായിട്ട് നിയമനം നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന് പ്രതികരിക്കേണ്ടതായിട്ട് വരും. അത് ഉടൻ തിരുത്താൻ യൂത്ത് കോൺഗ്രസിൻ്റെ മുണ്ടൂർ മണ്ഡലം കമ്മിറ്റിയായിട്ട് ആലോചിക്കണം മന്ത്രി. എന്നാൽ ഇതിൽ വിശദീകരണവുമായി കെ എ തുളസിയും രംഗത്ത് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നോട് അടുത്ത ബന്ധം പുലർത്തിയ ആളാണ് നിതിൻ. തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കുടുംബാംഗങ്ങൾ പലരും കൈപ്പത്തി ചിഹ്നത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മത്സരിച്ചത്. അയാൾക്ക് കോൺഗ്രസ് പശ്ചാത്തലമാണുള്ളത്. അങ്ങനെ ഒരാളെ ഇത്തരത്തിലുള്ളൊരു പരാമർശങ്ങൾ ശരിയല്ല എന്നുള്ളതാണ് കെ എ തുളസി പറയുന്നത്. ഇതിനു മുൻപ് MPയുടെ ഡ്രൈവറായിരുന്നു. അതിനു മുൻപ് മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ ഡ്രൈവറായിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് ഇപ്പോൾ എന്നൊരു ചോദ്യവും കെ എ തുളസി ഉന്നയിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചപ്പോൾ അയാൾ നല്ലവനായിരുന്നു. അതുപോലെ MPയുടെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം നല്ലവനായിരുന്നു. ഈ മന്ത്രിയുടെ ഡ്രൈവറായിട്ട് വന്നപ്പോൾ എങ്ങനെ പാർട്ടി മാറിപ്പോയി എന്നുള്ള ആ അതിശയകരമായിട്ടുള്ള മാറ്റം മനസ്സിലാക്കാൻ സത്യത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനും ആ അതിശയത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇത് യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഈ വിഷയം വിടാൻ തയ്യാറല്ല. അവർ മന്ത്രിക്കെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരികയാണ്. ഇത്തരത്തിലുള്ള പരാതി അടക്കവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.